ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ഉയിർപ്പ് ഞായറിൽ ദിവ്യബലി മധ്യേ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്ക 24:1-12 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ശൂന്യമായ കല്ലറയുടെ വിവരണമാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ സുവിശേഷങ്ങളിലും ശൂന്യമായ കല്ലറയുടെ ഒരു ചിത്രീകരണം നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് ഉദ്ധാനത്തിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുന്നത് ഒഴിഞ്ഞ കല്ലറയാണ് എന്നുള്ളതാണ്. എന്നിരുന്നാലും 4 സുവിശേഷകരും ശൂന്യമായ കല്ലറയെക്കുറിച്ച് നൽകുന്ന വിശദാംശങ്ങൾ വ്യത്യസ്തമാണ്. മർക്കോസ് സുവിശേഷത്തിൽ കല്ലറയെ സമീപിച്ച സ്ത്രീകൾ അവർ കണ്ട കാഴ്ചയെക്കുറിച്ച് ആരോടും പറയുന്നില്ല. മത്തായി സുവിശേഷകനാകട്ടെ യേശുവിൻ്റെ മരണസമയത്ത് സംഭവിച്ചതുപോലുള്ള അത്ഭുതാവഹമായ കാര്യങ്ങൾ ഇവിടെയും കൂട്ടിച്ചേർക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷകൻ മഗ്ദലന മറിയം മാത്രം കല്ലറയിലേക്ക് എത്തുന്നതായും കല്ലറ ശൂന്യമാണെന്ന കാര്യം ശിഷ്യരെ അറിയിച്ചപ്പോൾ പത്രോസും യേശു സ്നേഹിച്ച ശിഷ്യനും കല്ലറയിലേക്ക് ഓടി എത്തുന്നതായും വിവരിക്കുന്നു. ലൂക്കാ സുവിശേഷകന്റെ വിവരണം മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി നിലനിൽക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങളിലാണ്. ഒന്ന്, മാലാഖമാരുടെ പ്രഖ്യാപനം. 2, സ്ത്രീകളിൽ നിന്ന് വിവരണം ലഭിച്ച ശേഷം പത്രോസ് മാത്രം കല്ലറയിലേക്ക് പ്രവേശിക്കുന്നത്. ശൂന്യമായ കല്ലറയെ സംബന്ധിക്കുന്ന വിവരണം ലൂക്ക ആരംഭിക്കുന്നത് യേശുവിനെ സംസ്കരിച്ച ഇടത്തു നിന്നാണ്. അതായത് യേശുവിനെ സംസ്കരിക്കുന്നതിനെ തുടർന്ന് വിരാമരഹിതമായി ലൂക്ക ശൂന്യമായ കല്ലറയുടെ വിവരണത്തിലേക്ക് എത്തുന്നു. ഫ്രം എ ഫിൽഡ് ട്യൂംബ് ടു ആൻ എംപ്റ്റി ട്യൂംബ്. യേശുവിൻ്റെ സംസ്കാരത്തിന് സാക്ഷ്യം വഹിച്ച സ്ത്രീകൾ സാബത്ത് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സുഗന്ധദ്രവ്യങ്ങൾ ശേഖരിക്കുകയും സാബത്തിൽ വിശ്രമിക്കുകയും പിറ്റേ ദിവസം പുലർച്ചെ തന്നെ യേശുവിൻ്റെ മൃതശരീരം വേണ്ടവിധം ലേപനം ചെയ്യുവാൻ തിടുക്കത്തിൽ കല്ലറയെ സമീപിക്കുകയും ചെയ്യുന്നു. അരിമത്തിയായിലെ ജോസഫ് യേശുവിൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങുമ്പോഴും കല്ലറയിൽ സംസ്കരിക്കുമ്പോഴും ആചാരപ്രകാരമുള്ള ലേപനത്തിന് വേണ്ടത്ര മുൻകരുതുകൾ സ്വീകരിച്ചില്ല എന്ന് വേണം സ്ത്രീകൾ കരുതിയത്. അതുകൊണ്ട് സ്ത്രീകൾ ഇപ്രകാരം ഒരു പ്രവൃത്തിക്ക് മുന്നോട്ട് വരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. സുഗന്ധദ്രവ്യങ്ങളുമായി കല്ലറയെ സമീപിക്കുന്ന സ്ത്രീകളെ സ്വീകരിച്ചത് ശൂന്യമായ കല്ലറയായിരുന്നു. അത്ഭുത വിവശരായി നിന്നിരുന്ന സ്ത്രീകളോട് 2 സ്വർഗീയവാസികൾ, ഹെവൻലി ക്രീച്ചേഴ്സ് എന്ന് നമുക്ക് പറയാം, സംസാരിക്കുന്നതായി ലൂക്ക രേഖപ്പെടുത്തുന്നു. അവർ ധരിച്ചിരുന്ന തിളക്കമാർന്ന വസ്ത്രം, ഡാസിലിംഗ് ക്ലോത്ത്സ്, അവർ സ്വർഗവാസികളോ മാലാഖമാരോ ആയി അനുമാനിക്കപ്പെടാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒഴിഞ്ഞ കല്ലറയുടെ അർത്ഥം അഗ്രാഹ്യമായിരുന്നതിനാലാണ് മാലാഖമാർ എന്ന് തോന്നിപ്പിക്കുന്ന 2 പേർ അവരോട് ഇടപെടുന്നത്. നിയമാവർത്തന പുസ്തകം രേഖപ്പെടുത്തും പ്രകാരം ഒരു സംഭവത്തിൻ്റെ സത്യാവസ്ഥ സ്ഥിരീകരിക്കാൻ 2 സാക്ഷികൾ ആവശ്യമായി വരുന്നത് പോലെ നിയമാവർത്തനം 19:15 യേശുവിൻ്റെ ഉദ്ധാന സംഭവം സ്ഥിരീകരിക്കുവാൻ 2 മാലാഖമാർ പ്രത്യക്ഷപ്പെടുന്നു.
ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് എന്ന ചോദ്യരൂപത്തിലൂടെയുള്ള പ്രഖ്യാപനത്തോടെയാണ് മാലാഖമാർ അമ്പരന്ന് നിന്ന സ്ത്രീകളെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന യാഥാർത്ഥ്യ ബോധ്യത്തിലേക്ക് നയിക്കുന്നത്. യേശു തൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് ശിഷ്യർക്ക് നൽകിയ പ്രവചനത്തിൻ്റെ ധ്വനി മാലാഖമാരുടെ പ്രഖ്യാപനത്തിലുണ്ട്. യേശുവിൻ്റെ തന്നെ വാക്കുകൾ സഫലീകൃതമായെന്ന് മാലാഖമാരുടെ പ്രഖ്യാപനത്തിലൂടെ ലൂക്ക ഇവിടെ തെളിയിക്കുകയാണ്. ഭാവനയുടെ ലോകത്തു നിന്ന് യാഥാർത്ഥ്യ ബോധ്യത്തിലേക്ക് തിരികെ വന്ന സ്ത്രീകൾ തങ്ങളുടെ അനുഭവം ശിഷ്യരോടും മറ്റുള്ളവരോടും പങ്കുവയ്ക്കുന്നു. യേശു ക്രൂശിക്കപ്പെട്ടപ്പോഴും സംസ്കരിക്കപ്പെട്ടപ്പോഴും ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകളുടെ വിലാസം ഈ അവസരത്തിലാണ് ലൂക്ക വെളിപ്പെടുത്തുന്നത്. മഗ്ദലന മറിയം, യോവന്ന, യാക്കോബിൻ്റെ അമ്മയായ മറിയം, അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകൾ. യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് സ്ത്രീകൾ നൽകുന്ന വിവരണം 4 കാരണങ്ങൾ കൊണ്ട് വിശ്വസനീയമാണ്. ഒന്ന്, സ്ത്രീകളുടെ വിവരണത്തിന് അനുഭവത്തിൻ്റെ കരുത്തുണ്ട്, കേട്ടറിവല്ല അവരുടെ വിവരണം. 2, സ്ത്രീകളുടെ മുന്നിൽ ദൈവിക വെളിപ്പെടുത്തലുകളുണ്ട്, മാലാഖമാരുടെ പ്രഖ്യാപനം. 3, സ്ത്രീകളുടെ ഗണത്തിൽ 2-ൽ കൂടുതൽ സാക്ഷികളുണ്ട്, സ്ഥിരീകരണത്തിന് 2 സാക്ഷികൾ മതിയാകും. 4, യേശുവിനും ശിഷ്യർക്കും നിസ്വാർത്ഥ സേവനം ചെയ്തിരുന്ന സ്ത്രീകളായിരുന്നു അവർ. സ്വാർത്ഥതയുടെ കെട്ടുകൾ മെനയേണ്ട ആവശ്യം അവർക്കില്ലായിരുന്നു. എന്നിട്ട് പോലും സ്ത്രീകളുടെ സാക്ഷ്യം ശിഷ്യർ വിശ്വസിച്ചില്ല. എങ്കിലും കഥ കേട്ട പത്രോസ് എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടി. പറഞ്ഞു കേട്ട പ്രകാരം ശൂന്യമായ കല്ലറ കണ്ടെങ്കിലും പത്രോസും വിസ്മയിച്ച് നിന്നതേ ഉള്ളൂ. ഒരു മനുഷ്യൻ വിസ്മയഭരിതനാകുന്നത് കൺമുന്നിൽ കാണുന്നവ വിശ്വസിക്കുവാൻ കഴിയാത്തപ്പോഴാണ്. ഒഴിഞ്ഞ കല്ലറ പത്രോസിനെ പോലും വിശ്വാസത്തിലേക്ക് നയിക്കുന്നില്ല. പത്രോസിനെയും മറ്റു ശിഷ്യരെയും ഉയർപ്പിന്റെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ ശൂന്യമായ കല്ലറ മാത്രം പോരാ. ഉത്ഥാനത്തിന് ശേഷമുള്ള യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളും തദവസരങ്ങളിൽ ശിഷ്യരുമായുള്ള യേശുവിൻ്റെ വ്യക്തിഗത ഇടപെടലുകളും ചേർന്ന് വേണം ശിഷ്യർ ഉത്ഥാനത്തിൻ്റെ വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടേണ്ടതെന്ന് തുടർന്നുള്ള വിവരണങ്ങളിലൂടെ ലൂക്ക വ്യക്തമാക്കുക തന്നെ ചെയ്യും. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിന് സുവിശേഷകൻ നൽകുന്ന 3 തെളിവുകളാണ്. 1, ശൂന്യമായ കല്ലറ. 2, ഉദ്ധിതന്റെ പ്രത്യക്ഷപ്പെടലുകൾ. 3, ഉദ്ധിതന്റെ വ്യക്തിഗത ഇടപെടലുകൾ. പ്രിയമുള്ളവരെ, ശൂന്യമായ കല്ലറയോ മറ്റു ഭൗതികമായ തെളിവുകളോ ഒന്നും തന്നെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സത്യത്തിലേക്ക് നയിക്കുവാൻ മതിയാകുന്നതല്ല. സഭയുടെ പ്രഘോഷണങ്ങളിലും അനന്തരഫലമായി ഉണ്ടാകുന്ന വ്യക്തിപരമായ അനുഭവങ്ങളുമാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കേണ്ടത്. യേശുവിലുള്ള നമ്മുടെ വിശ്വാസം ദൃഢപ്പെടുത്തുവാൻ ചെറുതും വലുതുമായ ഒട്ടേറെ അനുഭവങ്ങൾ നമ്മളുടെ വ്യക്തി ജീവിതത്തിലുണ്ട്. അവയ്ക്ക് സാക്ഷ്യം നൽകുവാനും അതിലൂടെ വിശ്വാസത്തിൽ വളരുവാനും നാം ക്ഷണിക്കപ്പെടുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.